നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ UN പൊതുസഭയിൽ നാടകീയ രംഗങ്ങൾ. നെതന്യാഹു തന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കൂക്കി വിളിച്ചും പ്രസംഗം ബഹിഷ്കരിച്ചും പ്രതിനിധികൾ പ്രതിഷേധിച്ചു. പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു ഹമാസിന് രൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. വംശഹത്യ നടത്തുകയാണെങ്കിൽ പിന്നെ ഗസയിലെ ജനങ്ങളോട് കുടിയൊഴിയാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ചോദിക്കുന്നത്. ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്ന വാർത്തകളെയും നെതന്യാഹു തള്ളി. ഒരു ദിവസം ഒരാൾക്ക് 3000 കലോറി ഭക്ഷണം നൽകുന്നുണ്ട്. Would a country committing genocide plead with the civilian population it is supposedly targeting to get out of harm's way? Would we tell them get out if we want to commit genocide? We're trying to get them out, and Hamas is trying to keep them in. And this charge is so baseless. ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേലികളോടായി നെതന്യാഹു ഹീബ്രുവിൽ സംസാരിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്നത്തെ പ്രസംഗം ഗസയിൽ സൈന്യം വലിയ സ്പീക്കറുകൾ വെച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ധീരരായ പോരാളികളെ, ഇത് പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളെ തിരിച്ചെത്തിക്കാതെ ഞങ്ങൾ വിശ്രമിക്കില്ല. ഇതായിരുന്നു നെതന്യാഹുവിന്റെ സന്ദേശം. ഇസ്രായേൽ എന്തിനാണ് ഗസയിൽ ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച QR കോഡ് സ്യൂട്ടിൽ ധരിച്ചാണ് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിലെത്തിയത്. അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിച്ചവരാണ് ഇറാൻ അച്ചുതണ്ടെന്ന് കാണിക്കാൻ പ്രസംഗത്തിനിടയിൽ നെതന്യാഹു പ്രശ്നോത്തരിയും നടത്തി. പലസ്തീൻ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നും പലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും പറഞ്ഞ നെതന്യാഹു ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഹമാസിനെ വേട്ടയാടി ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. രാഷ്ട്രസഭാ ആസ്ഥാനത്തിന് പുറത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധമുയർന്നു. നെതന്യാഹു ഗോ ബാക്ക് വിളിച്ച് നൂറുകണക്കിന് പാലസ്തീൻ അനുകൂലികൾ തടിച്ചുകൂടി. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക പങ്കുവഹിച്ചെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭാ പൊതുസഭയിൽ. ഡൊണാൾഡ് ട്രംപ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നേനെ. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന് നിർണായക സ്ഥാനമുണ്ടെന്നും അതിനാൽ ട്രംപിനെ സമാധാന നൊബേലിന് ശുപാർശ ചെയ്യുന്നുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. Though in a position of strength, Pakistan agreed to a ceasefire facilitated by President Donald Trump's bold and visionary leadership. We express our deep appreciation to him and his team for their active role in bringing about the ceasefire. President Trump's efforts for peace helped avert a more threatening war in South Asia. ഇടതു സർക്കാരിനോടുള്ള NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ മൃദു സമീപനത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മൂന്നാമൂഴത്തിന് NSS പിന്തുണ ഗുണകരമാണെന്നാണ് CPIM വിലയിരുത്തൽ. വിവിധ കരയോഗങ്ങളിൽ പ്രതിഷേധമുയർന്നപ്പോൾ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വയ്ക്കാമെന്നുമാണ് 24നോട് G. സുകുമാരൻ നായരുടെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കാപട്യം തുറന്നുകാട്ടാൻ നാളെ കോട്ടയത്ത് UDF വിശദീകരണ യോഗം നടത്തും. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS നിലപാടിൽ പ്രതിഷേധമുയരുന്നു. പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലെക്സ് വന്നതിന് പിന്നാലെ ഇന്നും G. സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. പത്തനംതിട്ട പ്രമാടത്തും തിരുവനന്തപുരം നെടുമാമൂട് NSS കരയോഗം കാര്യാലയത്തിന് മുന്നിലുമാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. നേതൃത്വത്തിനെതിരെ എറണാകുളം കണയന്നൂർ കരയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ചങ്ങനാശ്ശേരി പുഴവാത കരയോഗത്തിലെ 4 പേർ രാജിവെച്ചു. പ്രതിഷേധങ്ങൾ തള്ളി സുകുമാരൻ നായർ. ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ഏത് ഫ്ലെക്സ് വേണേലും വെക്കരുത്. അവിടെ ഒരു പ്രതിഷേധമില്ല, ഒരനക്കവും ഇല്ല. ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. NSSുമായി തർക്കങ്ങളില്ലെന്ന് UDF നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ നാളെ കോട്ടയം തിരുനക്കരയിൽ UDF വിശദീകരണ യോഗം നടത്തും. ഞങ്ങൾക്ക് NSSുമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM നേതാവ് AK ബാലൻ 24നോട് പ്രതികരിച്ചു. വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ കുറെ പത്രസമ്മേളനത്തിൽ ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനത് ആദ്യം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനില്ല, എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതുകയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്.
മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമസ്ത മുഖപത്രം സുപ്രഭാതം രൂക്ഷമായി വിമർശിച്ചു. 24 കോട്ടയം. യുദ്ധമുഖത്തെ നിർണായക ശക്തിയായ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി രാജ്യം. ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ നടന്ന ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ വിമാനങ്ങൾക്ക് വാട്ടർ സല്യൂട്ട് നൽകി. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് അവസാന പറക്കൽ നടത്തിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത പോർവിമാനമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. കാലം തെളിയിച്ച പടക്കുതിരയുടെ അവസാന പറക്കൽ. വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് MiG-21 വിരമിക്കുന്നത്. ചണ്ഡീഗഡ് എയർബേസിന്റെ ഭാഗമായിരുന്ന നമ്പർ 23, നമ്പർ 3 സ്ക്വാഡ്രനിലെ പാന്തേഴ്സ്, കോബ്ര പോർവിമാനങ്ങൾ വിടപറയിൽ ചടങ്ങിൽ അണിനിരന്നു. വ്യോമസേനാ മേധാവിയും ചടങ്ങിൽ MiG-21 വിമാനം പറത്തി. 1 മണിക്കൂർ നീണ്ട അഭ്യാസ പ്രകടനത്തിന് ശേഷം ലാൻഡ് ചെയ്ത പോർവിമാനത്തിന് അവസാന വാട്ടർ സല്യൂട്ട്. MiG-21 ഫോം 700 ലോഗ് ബുക്ക് വ്യോമസേനാ മേധാവി പ്രതിരോധ മന്ത്രിക്ക് കൈമാറിയതോടെ ഔദ്യോഗിക ഡീകമ്മീഷനിംഗ് പൂർത്തിയായി. MiG-21 വിരമിച്ചതോടെ തേജസ്, റഫേൽ, വരാനിരിക്കുന്ന AMCയെ പോലുള്ള പുതുതലമുറ ആധുനിക പോർ വിമാനങ്ങളാണ് രാജ്യത്തിന്റെ ആകാശരക്ഷ ഇനി ഉറപ്പാക്കുക. വിവാദങ്ങളും വിജയങ്ങളും നിറഞ്ഞ 62 വർഷത്തെ സേവനത്തിന് വിരാമമിട്ട MiG-21 ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായം. 24 ഡൽഹി. കുവൈത്തിൽ ബാങ്കിന് കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. തട്ടിപ്പ് നടത്തിയവരിൽ ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായും സൂചനയുണ്ട്. കോട്ടയം ജില്ലയിലെ 5 സ്റ്റേഷനുകളിലായി 8 കേസുകൾ. മറ്റ് ജില്ലകളിലെ കേസുകൾ കൂടി ചേർത്താൽ മൊത്തം 12ഓളം കേസുകൾ. നിലവിൽ ഇത്രയും കേസുകളാണ് കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്ക് കേരളത്തിൽ പരാതിയായി നൽകിയിരിക്കുന്നത്. കൂടുതൽ കേസുകൾ ഉണ്ടെന്നാണ് വിവരം. വിദേശത്ത് നടന്ന തട്ടിപ്പായതിനാൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് പോലീസ് നടത്തുന്നത്. തട്ടിപ്പ് നടന്നുവെന്ന് ബോധ്യപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളായിട്ടുള്ളവർ നാട്ടിലുണ്ടോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായും ഈ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. മറ്റൊരു രാജ്യത്ത് നടന്ന തട്ടിപ്പായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറാനാണ് ആലോചിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാൽ ഉടൻ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ചിലർ തട്ടിപ്പ് നടത്തിയതല്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 9 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയെന്നുള്ളതിനാൽ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് വിവരം. കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അൽ അഹ്ലി ബാങ്കിന്റെ തീരുമാനം. 24 കോട്ടയം. ഫ്ലവേഴ്സും അക്കാഫും ഒരുക്കുന്ന പൊന്നോണ കാഴ്ചയ്ക്ക് ദുബായ് ഒരുങ്ങി. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി നാട്ടിൽ നിന്നും 27 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാതൃവന്ദനമാണ് പൊന്നോണ കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനായി അമ്മമാർ കഴിഞ്ഞ ദിവസം ദുബായിലെത്തി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഞായറാഴ്ചയാണ് പ്രവാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരിപാടി നടക്കുക. രാവിലെ 8 മണിയോടുകൂടി പൊന്നോണക്കാഴ്ചയുടെ തിരശ്ശീല ഉയരും. തുടർന്ന് വിവിധ കോളേജ് അലൂമിനി മെമ്പർമാർക്കായുള്ള അത്തപ്പൂക്കള മത്സരം, സിനിമാറ്റിക് ഡാൻസ്, പായസം കോമ്പറ്റീഷൻ, പുരുഷ കേസരി, ട്രഡീഷണൽ ഗെയിംസ്, മലയാളി മങ്ക മത്സരം, കിഡ്സ് ഫാഷൻ ഷോ, കോളേജുകളുടെ സാംസ്കാരിക ഘോഷയാത്ര മത്സരം, കുട്ടികൾക്കായി പെയിന്റിംഗ്, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ അരങ്ങേറും. തുടർന്ന് നടക്കുന്ന ഓണസദ്യയിൽ ഏകദേശം 10,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നാട്ടിൽ നിന്നും 27 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാതൃവന്ദനമാണ് പൊന്നോണക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമാണ് അമ്മമാരെത്തുന്നത്. തുടർച്ചയായി ഇത് 3ാം വർഷമാണ് അക്കാഫ് ഇത്തരത്തിലുള്ള വേറിട്ടൊരു പരിപാടിയുമായി മുന്നോട്ടെത്തുന്നത്. വർഷങ്ങളായി പ്രവാസഭൂമിയിൽ വിയർപ്പൊഴുക്കുന്ന അർഹരായ പ്രവാസികളുടെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് അക്കാഫ് അസോസിയേഷൻ മുൻകൈയെടുത്ത് സാക്ഷാത്കരിക്കുന്നതെന്നും അക്കാഫ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. മറീനയിൽ വന്നിരിക്കുന്നത് 27 അമ്മമാരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ അക്കാഫിൻ്റെ പൊന്നോണക്കാഴ്ച 2025 ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ് ഇവരെ 27 അമ്മമാർ. വലിയ സന്തോഷമുണ്ടെന്ന് അമ്മമാരും പ്രതികരിച്ചു. ഇങ്ങനൊരു പരിപാടി പങ്കെടുക്കാൻ എൻ്റെ മക്കൾമാർ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളിവിടെ എത്തിച്ചതിൽ നന്ദിയാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ എല്ലാവരുമായിട്ട് നല്ല കിടപ്പാടായിട്ട് വേണ്ടി ആശംസിക്കുന്നു. ഒരുപാട് ബന്ധങ്ങളുണ്ടായി ഈ ഒരു വരവോടും കൂടി. നല്ല നല്ല ആളുകളും നല്ല പ്രവൃത്തികളും ഒക്കെ കണ്ട് എടുക്കാനുള്ളൊരു ഭാഗ്യം തന്നതിന് ദൈവത്തിനോടും നിങ്ങളോടും നന്ദി പറയുന്നു.
അന്നേ ദിവസം വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ചലച്ചിത്ര താരം ഷെയ്ൻ നിഗം എന്നിവർ വിശിഷ്ടാതിഥികളായെത്തും. കെ എസ് ഹരിശങ്കർ, ചിന്മയ് ശ്രീപാദ, സ്റ്റീഫൻ ദേവസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാൻഡിന്റെ സംഗീത നിശ്ചയം, ദീപ്തി സതി, പാരീസ് ലക്ഷ്മി എന്നിവരുടെ നൃത്തശില്പവും ആഘോഷത്തിന് മാറ്റുകൂട്ടും. 24 ദുബായ്. വെൽക്കം ബാക്ക്. സൗദി ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ വിയോഗം തീരാനഷ്ടമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ. റിയാദിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് അനുശോചനം അറിയിച്ച ശേഷമായിരുന്നു പ്രതികരണം. സർവ്വ വിഷയങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് എന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു. സൗദിയുടെ ആദർശങ്ങളും വിശ്വാസങ്ങളും ഇസ്ലാമിക വീക്ഷണങ്ങളും എന്നും ഉയർത്തിപ്പിടിച്ച അദ്ദേഹം എല്ലാ ജനവിഭാഗങ്ങളും മനുഷ്യത്വപരമായി ഒരുമയോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിരവധി വിഷയങ്ങളിൽ, കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഫത്വകൾ പുറപ്പെടുവിച്ചു. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി, പ്രഭാഷണങ്ങൾ നടത്തി. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിം ലോകത്തിന് വലിയ ഒരു നഷ്ടം തന്നെയാണ്. കേരളവും ഇന്ത്യയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. റിയാദിലുള്ള, അതുപോലെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാർ, അവരിൽ ഏറ്റവും കൂടുതലുള്ള കേരളക്കാർ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമൂഹമായിരുന്നു. വിവിധ മതവിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മക്കയിൽ സംഘടിപ്പിച്ച സർവ്വ മതസംവാദം ഇതിന് ഉദാഹരണമാണ്. വ്യക്തിപരമായി തനിക്ക് ഏറെ കടപ്പാടും സ്നേഹവുമുള്ള വ്യക്തിത്വത്തെയാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ അറിയിച്ചു. അദ്ദേഹത്തിന് വെള്ളിയാഴ്ച ഒരു യാത്രയുണ്ടായിരുന്നത് കൊണ്ട് വെള്ളിയാഴ്ച ഹുത്തുബ പറയാൻ വേണ്ടി ഒരാളെ സജ്ജമാക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ഹുത്തുബ നടത്തുന്ന ചുമതല എന്നിൽ വന്നു ചേർന്നത്. എൻ്റെ പ്രസംഗം മുഅദ്ദിൻ ടാപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഷെയ്ഖ് വന്നപ്പോൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഞാൻ വിവരിച്ചത്, എൻ്റെ ഭാഷയും എൻ്റെ പ്രസംഗവും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വൈകുന്നേരം വെള്ളിയാഴ്ച എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അന്ന് അദ്ദേഹം എനിക്ക് 3000 സൗദി റിയാൽ പാരിതോഷികമായി നൽകി. ഇസ്മായിൽ പയോളി, 24 റിയാദ്. മാപ്പിള ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായി ദുബായ്. സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദാണ് വ്യത്യസ്തമായ ആശയത്തിന് പിന്നിൽ. ദുബായ് ഖിസൈസിലെ ആദാമിന്റെ ചായക്കടയിലാണ് പരിപാടി. മലബാറിന്റെ 30ഓളം വ്യത്യസ്ത വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റിവലിലുള്ളത്. മലബാറിന്റെ തനത് ഭക്ഷ്യ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെയായി മലബാർ ബിരിയാണി എന്ന ആശയവുമായി താൻ രംഗത്തുള്ളതെന്നും സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് പറഞ്ഞു. ഫെസ്റ്റിവൽ ഈ മാസം 28 വരെ നീണ്ടുനിൽക്കും. നമ്മൾ മലയാളികൾക്ക് കടൽ കടന്നാലും വള്ളംകളി ഒരു വികാരമാണ്. പ്രവാസ ലോകത്ത് വള്ളംകളി മത്സരങ്ങൾ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ ഡ്രാഗൺ ബോട്ടുകളിൽ മലയാളികൾ തുഴയെറിഞ്ഞാൽ ഞങ്ങൾ പ്രവാസികൾക്കത് സ്വന്തം വള്ളംകളിയാണ്. മത്സരത്തിന്റെ ആവേശം കൊണ്ട് തടാകങ്ങൾ ഞങ്ങൾ പുന്നമടക്കായലുകളാക്കി മാറ്റും. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ നടന്ന വള്ളംകളി മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മലയാളിയാണെങ്കിലും നാട്ടിൽ വെച്ച് വള്ളംകളി നേരിട്ട് കാണാൻ അവസരം ലഭിക്കാത്തവരാണ് പ്രവാസ ലോകത്ത് ഏറെയും. ജലമേള കാണാനും ആസ്വദിക്കാനും പുതുതലമുറയ്ക്കാണ് ആവേശം കൂടുതൽ. ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വള്ളംകളി കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോലും വള്ളംകളി കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ വള്ളംകളി ഇല്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ലൊരു കൈരളി എന്നൊരു പരിപാടി വെക്കുന്ന ഒരു വള്ളംകളിയാണ്. ബ്രിസ്ബെയിനിലെ കൈരളി മലയാളി അസോസിയേഷനാണ് ഗോൾഡ് കോസ്റ്റിലെ ഓക്സൻഫോർഡ് തടാകത്തിൽ ജലമാമാങ്കം സംഘടിപ്പിച്ചത്. ഓളപ്പരപ്പുകളിൽ തീപ്പൊരി ചിതറിക്കാനെത്തിയത് 2 വനിതാ ടീമുകളടക്കം 13 സംഘങ്ങൾ. ഏകദേശം 11ഓളം ടീമുകൾ വളരെ വാശിയോടെ മാറ്റുരച്ച മെൻസ് കാറ്റഗറിയും 2 ഫീമെയിൽ ടീംസ് മാറ്റുരച്ച ഫീമെയിൽ കാറ്റഗറിയും ഏകദേശം 16 റേസുകളോട് കൂടി നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇന്നിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്.
തീപാറുന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ഗോൾഡ് കോസ്റ്റിലെ പൊന്നമടത്തമ്പുരാൻ ചുണ്ടൻ ജേതാക്കളായി. കേരളത്തില് നമ്മൾക്ക് വള്ളംകളി പരിചയമുണ്ടായിരുന്നു. നമ്മുടെ കൂടെ തുഴയുന്നവർ കുട്ടനാട്ടുകാരും അവരും എല്ലാം തുഴഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നപ്പം ഇതിനൊരു അവസരം കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ആഘോഷം തോന്നി, ആവേശം തോന്നി. ഇവിടെ നിൽക്കുന്നവരെല്ലാം ചങ്കു പൊളിച്ച് തുഴഞ്ഞ് നമ്മൾ നേടിയ ഒരു കപ്പാണിത്. സ്പ്രിംഗ്ഫീൽഡ് ചുണ്ടൻ 2ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഹിൽക്രസ്റ്റിലെ ടീം ജാക്ക് പ്രോസ് 3ാം സ്ഥാനം നേടിയെടുത്തു. വനിതകളുടെ വാശിയേറിയ പോരാട്ടത്തിൽ ബ്രിസ്ബെയിനിലെ റോയൽസ് ചുണ്ടനാണ് കിരീടം ചൂടിയത്. ഇടവേളകൾ കൊഴിപ്പിക്കാൻ ചെണ്ടമേളവും നൃത്തനൃത്യങ്ങളും കൂടിച്ചേർന്നപ്പോൾ ജലപൂരം വേറെ ലെവൽ. കൊമ്പുകോർക്കാൻ ചുണ്ടൻ വള്ളങ്ങളും വള്ളസദ്യയും ഒന്നുമില്ലെങ്കിലും ഗൃഹാതുര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന വള്ളംകളിയെ നെഞ്ചിലേറ്റുന്നവരാണ് പ്രവാസി മലയാളികൾ. ഓസ്ട്രേലിയയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് സുകുമാറിനൊപ്പം സൊറായ് സെബാസ്റ്റ്യൻ, 24. സൗദിയിൽ വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം 17 ലക്ഷം കവിഞ്ഞു. പുതിയ സ്ഥാപനങ്ങളിൽ കൂടുതലും റിയാദ് മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപം 2030 ആകുമ്പോഴേക്കും 50 ബില്യൺ റിയാൽ കവിയുമെന്നാണ് റിപ്പോർട്ട്. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ജനറൽ അതോറിറ്റിയാണ് സൗദിയിലെ വാണിജ്യ സ്ഥാപനങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. 2025 രണ്ടാം പാദത്തിൽ മാത്രം വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം 80,000 കവിഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു. ഇതോടെ സൗദി അറേബ്യയിൽ നിലവിലുള്ള വാണിജ്യ രജിസ്ട്രേഷനുകളുടെ ആകെ എണ്ണം 17 ലക്ഷം കവിഞ്ഞു. റിപ്പോർട്ട് പ്രകാരം ഇ കൊമേഴ്സ് രജിസ്ട്രേഷനുകൾ 39,366 ഇതിൽ 38% യുവാക്കളുടെ പേരിലും 47% വനിതകളുടെ ഉടമസ്ഥതയിലുമാണ്. ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ കൂടുതലും റിയാദ് മേഖലയിലാണ്. 35.2% അഥവാ 28,181 റിയാദിലാണ്. 18% മക്കയിലും 16% കിഴക്കൻ പ്രവിശ്യയിലുമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപാവസരങ്ങളാണ് സൗദിയിൽ വരാനിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപം 2030 ആകുമ്പോഴേക്കും 50 ബില്യൺ റിയാൽ കവിയുമെന്നാണ് റിപ്പോർട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏകദേശം 98% ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണെന്നും സൗദി വിദ്യാഭ്യാസ മന്ത്രി യൂസുഫ് അൽ ബനിയാൻ അറിയിച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ. 64 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സുബ്രതോ മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ കേരള ടീമിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വീകരണം. കായിക പ്രേമികളും ജനപ്രതിനിധികളും ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. ഇന്ന് രാത്രി 10:30 സംഘം കരിപ്പൂരിലെത്തിയത്. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട്. സുബ്രതോ കപ്പിലെ ചാമ്പ്യന്മാർ ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അവർക്ക് വലിയ സ്വീകരണമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും കായിക താരങ്ങളുമാണ് സ്വീകരണം നൽകുന്നത്. ഇപ്പോൾ അവർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷം. കേരളം എല്ലാ ട്രോഫികളും നേടി. സുബ്രതോ മുഖർജി ട്രോഫി നമ്മളെ കയ്യിൽ കിട്ടാതെ നിന്നൊരു സാധനമായിരുന്നു. അത് നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ അധികം സന്തോഷം. ഗോകുലത്തിന്റെ പരിശീലനം ഒരുപാട് ഗുണം ചെയ്തോ? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ്, നമുക്ക് എല്ലാം കൊണ്ടുള്ള സപ്പോർട്ടാണ്. അതാണ് നമുക്ക് ഈ വിജയത്തിന്റെ കാരണം. വളരെയേറെ സന്തോഷം. ഒരു ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ മികച്ച കോച്ചാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതിന്റെ മക്കൾ നന്നായിട്ട് കളിച്ചു, പ്ലേയേഴ്സ് എല്ലാവരും നന്നായി കളിച്ചു. ഞാൻ എന്താണോ പറഞ്ഞത് അത് അവർ ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്തു. അതാണ് നമുക്ക് ഈ ട്രോഫി നമ്മളെ കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത്. മക്കളെ തകർത്തല്ലേ? ഉത്തരാഖണ്ഡിൽ മത്സരം എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? നല്ല അടിപൊളി കളിയായിരുന്നു. പിന്നെ കോച്ചിനകത്ത് നല്ല സപ്പോർട്ട് ചെയ്യുന്നു. നല്ല അടിപൊളി കളിയായിരുന്നു. കേരളം കാതോർത്ത് നിൽക്കുന്ന കപ്പാണ് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇത് കേരള നാടിന്റെ അഭിമാന താരങ്ങളാണ്. ഈ ചരിത്ര പിറവിയുടെ രാജ്യശില്പികളാണ്. ഇവർ വന്ന് ചരിത്രം വഴിമാറി 64 വർഷത്തെ നമ്മുടെ ചരിത്രത്തിനെ വഴിമാറ്റാൻ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളും ഗോകുലവും ഒരുമിച്ച് ചേർന്ന് നടത്തിയ പോരാട്ടത്തിലാണ് ഡൽഹിയിലെ പുൽമൈതാനിൽ ഞങ്ങളെ മക്കൾ കാലുകൊണ്ട് ഇന്ദ്രജാലം തീർത്തപ്പോൾ ഫറൂഖാബാദിന്റെ മക്കൾ കേരളത്തിലേക്ക് കേരളം കൊതിച്ച കപ്പുമായി ഈ കരിപ്പൂർ എയർപോർട്ടിൽ രാജകീയമായ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. ഞങ്ങൾ ഈ കുട്ടികളെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ഫാറൂഖിന്റെ അഭിവാദ്യങ്ങൾ. 64 വർഷത്തിന് ശേഷം എത്തിയ ഈ ഒരു കിരീടത്തിന് അർഹിച്ച ഒരു സ്വീകരണം തന്നെ കരിപ്പൂരിൽ ഇപ്പോൾ എല്ലാവരും ചേർന്ന് നൽകുകയാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24, മലപ്പുറം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.